ഏഴാം ക്ലാസ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സാണ് ബേസിക് സയൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ദ ക്ലീൻലിനെസ് ഡ്രൈവ് ഹെൽഡ് as part of the cleanliness week celebrations on Gandhi Jayanti, the following things were collected. Sort the things into appropriate groups. Paper, banana leaves, plastic covers, mobile phone batteries, paper cups, thermocol, plastic bottles, bulbs, glass pieces, shoe bags and candy covers. അതായത് ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചിത്വ വാരാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെട്ട ശുചീകരണത്തിൽ ശേഖരിച്ച പേപ്പർ, വാഴയില, പ്ലാസ്റ്റിക് കവർ, മൊബൈൽ ഫോൺ ബാറ്ററി, പേപ്പർ കപ്പ്, തെർമോക്കോൾ, പ്ലാസ്റ്റിക് ബോട്ടിൽ, ബൾബ്, ചില്ല് കഷ്ണം, ചെരുപ്പ്, ബാഗ്, മിഠായി കവറുകൾ എന്നിവ ഉചിതമായ കൂട്ടങ്ങൾ ആക്കുക. പിന്നെ ബി ക്വസ്റ്റ്യൻ, മാലിന്യങ്ങളെ ശാസ്ത്രീയമായി വേർതിരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നാമത്തെ ബയോ വേസ്റ്റ്, അതായത് ജൈവ മാലിന്യം, സ്വാഭാവികമായിട്ട് നശിക്കുന്നവ. ബയോവേസ്റ്റിൽ പെട്ടതാണ് പേപ്പർ, ബനാന ലീവ്സ്, പേപ്പർ കപ്പ്. ഇനി നോൺ ബയോ വേസ്റ്റ്, ശരിക്കും നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്നാണ്. അജൈവ മാലിന്യം, പരിസ്ഥിതിക്ക് ദോഷകരമായവ ഏതൊക്കെയാണത്? പ്ലാസ്റ്റിക് കവറുകൾ, തെർമോക്കോൾ, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ക്യാൻഡി കവേഴ്സ്, മിഠായി കവറുകൾ, ബാഗ്, ഷൂസ്, ചില്ല്. ഇനി ഹസാഡസ് വേസ്റ്റ്, ഈ വേസ്റ്റ് അപകടകരമായ മാലിന്യങ്ങൾ. ഒന്ന് മൊബൈൽ ഫോൺ ബാറ്ററി, ബൾബ്, ഇവയൊക്കെയാണ്. ഇതുപോലെയാണ് നമുക്ക് തിരിക്കുക: ബയോ വേസ്റ്റ്, നോൺ ബയോ വേസ്റ്റ്, ഹസാഡസ് വേസ്റ്റ്, ജൈവമാലിന്യം, അജൈവ മാലിന്യം, പിന്നെ അപകടകരമായ മാലിന്യങ്ങൾ. ഇനി ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സയൻറ്റിഫിക് സെഗ്രിഗേഷൻ ഓഫ് വേസ്റ്റ്? അതായത് സയൻറ്റിഫിക് സെഗ്രിഗേഷൻ, ശാസ്ത്രീയമായി, സയൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി വേസ്റ്റ്, മാലിന്യങ്ങളെ സെപ്പറേറ്റ്, സെഗ്രിഗേറ്റ്, വേർതിരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്താണെന്ന്. എന്തൊക്കെയാണ്? ഒന്ന്, റെഡ്യൂസസ് ഹെൽത്ത് പ്രോബ്ലംസ്, ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു. പ്രിവെൻറ്റ്സ് പൊല്യൂഷൻ, പരിസര മലിനീകരണം തടയുന്നു. പിന്നെ വളങ്ങളായിട്ട് ജൈവ മാലിന്യങ്ങൾ യൂസ്ഡ് ആസ് ഫെർട്ടിലൈസേഴ്സ്, ജൈവ മാലിന്യങ്ങൾ വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു.